വള്ളിയമര കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. വള്ളിയമര, പന്തലമര എന്നിങ്ങനെയെല്ലാം പല സ്ഥലങ്ങളിലും വിളിക്കാറുണ്ട്. ഇതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് ഹയാസിന്ത് ബീൻസ് എന്നാണ്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ കാട് പിടിച്ച് വളർന്നിട്ട് ഞാനിത് പറിച്ചു കളയാതെ അല്ലെങ്കിൽ വെട്ടിക്കളയാതെയൊക്കെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു സ്ഥലത്ത് നട്ടിട്ട് ഒരു മരത്തിൽ കയറി അവിടുന്ന് മറ്റു അടുത്ത് നിൽക്കുന്ന മരത്തിലേക്കും കയറി ചുറ്റി പിണഞ്ഞ ഉണ്ടായിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. മഞ്ഞുകാലത്താണ് സാധാരണയായിട്ട് പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാവുന്നത്. എല്ലാ കാലാവസ്ഥയിലും ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കൂടുതലായി കാണുന്നത് മഞ്ഞുകാലത്താണ് കേട്ടോ. അപ്പോൾ അതാകണ്ടോ നിറയെ പൂക്കളായി നിൽക്കുകയാണ്. കുറച്ച് കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വിളവെടുത്തിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇതാണ്ടോ പൂക്കളും കായ്കളും എല്ലാം കുലകുലകളായിട്ടാണ് ഉണ്ടാക്കി കിട്ടുന്നത്. ഇത് തോരനുണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപയോഗിക്കാം. അമരപ്പയർ പച്ച നിറത്തിലും വയലറ്റ് നിറത്തിലും കാണാറുണ്ട്. പിന്നെ വീതിയുള്ളതും വീതിയില്ലാത്തതും എല്ലാം കാണാറുണ്ട്. അപ്പോൾ വീതിയില്ലാത്ത വയലറ്റ് നിറത്തിലുള്ള അമരപ്പയറാണ് ഞാനിവിടെ നട്ടു വളർത്തിയിരിക്കുന്നത് കേട്ടോ. വീതിയുള്ള കായ്കളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ചെടിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീതിയുള്ള വയലറ്റ് നിറത്തിലുള്ള കായ. അത് ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് വിത്തിനെടുക്കാമെന്ന് കരുതി ഞാൻ അവിടെ സൂക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അമരപ്പയറിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവയെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. നാരുകൾ, പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പന്നമാണ്. മെച്ചപ്പെട്ട ഏകാഗ്രത, ഉറക്കം, ഹൃദയാരോഗ്യം സംരക്ഷിക്കൽ, ശരീരഭാരം കുറയാൻ സഹായിക്കൽ, അസ്ഥികൾ ബലപ്പെടുത്തൽ, ദഹനം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്ക് നല്ല ഔഷധമാണ് അമരപ്പയർ. അമരപ്പയർ നന്നായി വേവിച്ചതിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നന്നായി വേവാത്ത അമരപ്പയർ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിറ്റാമിൻ ഡി, പൊട്ടാസ്യം, അമിനോ ആസിഡുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ പതിവായി കഴിക്കാവുന്നതാണ് അമരപ്പയർ. മസ്തിഷ്ക ആരോഗ്യം സംരക്ഷിക്കാനും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന സങ്കീർണമായ കാർബോഹൈഡ്രേറ്റുകൾ വയറ് നിറഞ്ഞതായി തോന്നാനും അമിത ഭക്ഷണം ഒഴിവാക്കാനും സഹായിക്കുന്നു. വാദം, കഫം, വിഷാംശം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. മൂത്രം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഈ അമരപ്പയർ കഴിക്കുന്നതുകൊണ്ട്. അപ്പോൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്ന് തോരൻ ഉണ്ടാക്കാനായിട്ട് പറിച്ചെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ തോരനും മെഴുക്കുപുരട്ടിയും എല്ലാം ഉണ്ടാക്കാം. പിന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ചേർക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ചെയ്തില്ലെങ്കിൽ ഇത് തനിയെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കേട്ടോ. വല്ല കാലത്തും ഒന്ന് ഉണക്ക ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. പക്ഷെ ഇത് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇതിന് വളമിട്ട് കൊടുത്തതായിട്ട് ഓർക്കുന്നു പോലും ഇല്ല കേട്ടോ. മഞ്ഞുകാലത്താണ് ധാരാളമായിട്ട് പൂക്കളും കായ്കളും എല്ലാം ഉണ്ടായി നിൽക്കുന്നത്. ഏത് കാലാവസ്ഥയിൽ ആണെങ്കിലും ഉണ്ടാവാറുണ്ട്, പക്ഷെ കൂടുതലായിട്ടുണ്ടാകുന്നത് മഞ്ഞുകാലത്താണ്. 2 തരത്തിലുള്ള പയറുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നട്ടത് ഇതുപോലുള്ള വീതി കുറഞ്ഞ അമരപ്പയറാണ് നട്ടത്. പക്ഷെ ഇതിനകത്ത് ഇടയ്ക്ക് ഓരോന്ന് ഉണ്ടായിരിക്കുന്നതുണ്ടോ. വീതിയുള്ള അമരപ്പയറും ഉണ്ടായിട്ടുണ്ട്. 1-2 ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വിത്തിനായിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇതും വിത്ത് പറിച്ചെടുത്തിട്ട് നമുക്ക് നടുകയാണെങ്കിൽ ഈ വീതിയുള്ള അമരപ്പയറും ഉണ്ടായി കിട്ടുമല്ലോ. അപ്പം അത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും അമരപ്പയറാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒരു നേരത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് തോരൻ വെക്കാവുന്നത് മാത്രം ഞാൻ പറിച്ചെടുത്തിട്ടുള്ളൂ. ബാക്കി അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ പറിച്ചെടുത്ത ഉടനെ തന്നെ അത് തോരനുണ്ടാക്കി കഴിക്കുകയാണ് വേണ്ടത് കേട്ടോ. അല്ലാതെ പറിച്ചെടുത്തിട്ട് 1-2 ദിവസം വെച്ചിട്ട് വാടി കഴിഞ്ഞിട്ട് തോരൻ വെക്കുകയാണെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും തോന്നൂല കേട്ടോ. നമ്മൾ പറിച്ചെടുത്ത് നേരെ കൊണ്ടുപോയി തോരനുണ്ടാക്കി കഴിക്കുക, അതാണ് വേണ്ടത്. പിന്നെ നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അതാണ് വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ടാണ് വിളവെടുപ്പൊക്കെ നടത്തുന്നത്. അതാണ് വീഡിയോയ്ക്ക് ഇങ്ങനെ ഷെയ്ക്കൊക്കെ വരുന്നേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.